നമസ്കാരം. അറബിക്കടലിൽ നിന്ന് വണ്ടി പിടിച്ചെത്തുന്നു PM ശ്രീ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആറ്റുനോറ്റിരുന്നൊരു UDF യോഗം ഒടുവിൽ ചേർന്നു. വിവാദ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുന്നണി യോഗം പച്ചക്കൊടി കാണിച്ചു എന്നാണ് കൺവീനർ പുറത്തിറങ്ങി പറഞ്ഞത്. എന്നാൽ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ ലീഗ് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞ പദ്ധതി നടപ്പാക്കുകയോ, അതും ലീഗ് മന്ത്രി വിദ്യാഭ്യാസം ഭരിക്കുമ്പോൾ, പച്ച പാർട്ടിയിലെ ആരെങ്കിലും കണ്ണുരുട്ടിയതാണോ കാരണമെന്നറിയില്ല, തീരുമാനവും LDFിൻ്റെ PM ശ്രീ ധാരണാപത്രം പോലെ പരിണത്തു വച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ ചൊല്ലി UDFിൽ കടുത്ത ഭിന്നത. ഉപസമിതി തീരുമാനത്തിന് മുന്നേ പച്ചക്കൊടി കാട്ടി അടൂർ പ്രകാശിനെ തള്ളി ലീഗ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഞാൻ ഇന്ന് ഊരണം എങ്ങനെയാന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തിൽ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെ തകർന്നിരിക്കുന്നു. ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇത് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായി ഘോരഘോരം പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തന്നെ ഉപസമിതി വെച്ച് നടപ്പാക്കാം എങ്ങനെ എന്ന് ആലോചിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ലീഗിൻ്റെ എതിർപ്പ് വന്നതാണോ കാരണം എന്നറിയില്ല. എന്തായാലും കൺവീനർക്ക് മുന്നോട്ട് പോകാനായില്ലെന്ന് മാത്രമല്ല, പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്തു. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിൽ ഒരു തർക്കം വരികയുള്ളല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ തീരുമാനവുമായി മുന്നോട്ട് പോകും എന്ന് കൺവീനർ പറഞ്ഞതോ? അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. എങ്ങനെ ഇത്ര പെട്ടെന്ന് കേരളത്തിന് ലോക ചരിത്രത്തിലുണ്ടോ ഇതുപോലെ അതിവേഗതയിൽ അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് UDF സർക്കാർ ആണെന്ന് അവർക്ക് മാത്രമേ ഇനി ബോധ്യമാവാനുള്ളൂ. PM ശ്രീയല്ല, ഒരു ശ്രീയെയും തടയാൻ പറ്റില്ല എന്നാണ് ഭരണം കിട്ടിയപ്പോൾ UDF മലക്കം അറിയുന്നത്. മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ അഭിപ്രായം പോലും മാനിക്കാതെ ദ്രുതഗതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? പ്രതിപക്ഷത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നോ? ആ ഒപ്പിട്ട കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? എന്റെ ചേട്ടൻ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. നിങ്ങൾക്ക് വേറെ ഫണ്ട് കിട്ടില്ലേ? ഞങ്ങളെപ്പോലെ അന്തസ്സായിട്ട് സുപ്രീം കോടതി പോകണം. അദ്ദേഹം കരാറിന് പെരുമാറിയിട്ടില്ലല്ലോ. എന്നാൽ പോകുന്നതിന് മുമ്പ് അവർക്ക് പെരുമാറാമായിരുന്നില്ലേ? ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ അവർ പിൻവാങ്ങണമായിരുന്നല്ലോ. പിൻവാങ്ങിയോ? ഇടതുപക്ഷം പിൻവാങ്ങണമായിരുന്നു. എന്തുകൊണ്ട് പിൻവാങ്ങിയില്ല? തൽക്കാലം മാറ്റിവെക്കാനേ പറഞ്ഞുള്ളൂ. വീട്ടിൽ പോയില്ലോ മനുഷ്യനെ മെനക്കെടുത്താതെ. പദ്ധതിയെ അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞ ലീഗുകാരെയും കാണാനില്ല, KM ഷാജിയെയും കാണാനില്ല. PM ശ്രീക്ക് സ്വാഗതമോതാൻ മന്ത്രി N ഷംസുദ്ദീനും പാതി മനസ്സോടെ റെഡി. ഏറ്റവും വീറോടും വാശിയോടും കൂടി പ്രസംഗിച്ചയാളാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീമാൻ ഷാജി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളത് അറബിക്കടലിൽ പിച്ചു ചീന്തി എറിയും എന്നായിരുന്നു ആവേശത്തോടു കൂടി വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ ആവേശത്തോടുകൂടി പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ അതിന് പരവതാനി വിളിച്ചത് നടപ്പാക്കണം എന്ന രൂപത്തിലേക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സ്വാഗതം ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണുകയാണ്.
ഒപ്പുവെച്ചവർ ഇപ്പോൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒപ്പുവെച്ചിട്ട് രണ്ടാമത് വന്ന സർക്കാരിലെ ഞങ്ങളോട് വന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനം വരാതെ അതിൻ്റെ മെറിറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കില്ല. മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിനാൽ പിൻവാങ്ങാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി മുതൽ എല്ലാവരും പറയുന്നത്. എന്നാൽ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി തന്നെ മറുപടി പറഞ്ഞത് പിന്മാറാൻ തടസ്സമില്ല എന്നാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണല്ലോ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. PM ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി രാജ്യസഭയിൽ കേന്ദ്രം. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് വേണമെങ്കിൽ പിന്മാറാമെന്ന മന്ത്രിയുടെ മറുപടി. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് വരാം, പിന്മാറാൻ പറ്റില്ല. എന്താ അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്? പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി. എന്താ മറ്റടുത്ത പരിപാടി? UDF ആലോചിച്ചത് എന്താണ്? LDFനെ കുറ്റം പറഞ്ഞുകൊണ്ട് PMC പദ്ധതി നടപ്പാക്കാനുള്ള വഴികളാണ് തേടിയത്. UDF പറയേണ്ടിയിരുന്നത് എന്താണ്? ഇവര് തെറ്റ് ചെയ്തു, അതേവരെ പറഞ്ഞ അങ്ങനെയാണല്ലോ. LDFകാർ ഈ ഇവരുമായിട്ട് ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്. ഞങ്ങളതിനില്ല, ഞങ്ങൾ PMC നടപ്പാക്കാനേ ഇല്ല എന്ന ധീരമായ നിലപാടെടുക്കണ്ടേ? അതാണോ എടുത്തത്? അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ, എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. CPM-ൽ വ്യക്തിപൂജാ വിവാദത്തിന് തിരികൊളുത്തിയ ആ പാട്ട് P. ജയരാജനെ ആരും ഓർമ്മിപ്പിക്കരുത്. കണ്ണൂർ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടും വേണ്ടത്ര വളർച്ച പാർട്ടിയിൽ ഉണ്ടാവാത്തതിന് പിന്നിൽ ഈ പാട്ടും പൂജയും ഒക്കെ കാരണമായിരുന്നല്ലോ. ഇപ്പോഴിതാ പാട്ടിനെക്കുറിച്ച് P. ജയരാജൻ തന്നെ സംസാരിക്കുന്നു. പാട്ടെഴുതിയ കവിയുടെ പുതിയ കവിതാ പ്രകാശന ചടങ്ങിൽ. പഴയ പാട്ട് പുതിയ സാഹചര്യത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് എന്ന് കരുതുന്നതിലും തെറ്റില്ല. പുസ്തകം എന്തെന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പൂതന എന്ന പേരിലാണ്. അപ്പോൾ ആ പുസ്തകം എനിക്ക് തന്നു. ആ പുസ്തകം എൻ്റെ അടുക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സങ്കോചത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യ കവറ്, ആദ്യ പേജ് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൽ പ്രദീപൻ കടയപ്പുറത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. നവമാധ്യമത്തിലെ ആദ്യ രചനയായ കണ്ണൂരിൻ്റെ വിപ്ലവ സൂര്യൻ എന്ന ആൽബത്തിൻ്റെ ഗാനരചനയിലൂടെ കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിപൂജാ വിവാദത്തിന് തിരികൊളുത്തിയ രചയിതാവാണ്. വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് മുന്നിൽ പതറാതെ പൊരുതി മുന്നേറുന്ന ചങ്കൂറ്റമാണ് കണ്ണൂരിന്റെ ധീര സഖാവ് P. ജയരാജൻ. സഖാവിനെ കുറിച്ച് പ്രദീപൻ കടയപ്പുറം രചിച്ച് അപ്പം എനിക്ക് മനസ്സിലായി എന്താണ് എന്നെ ക്ഷണിക്കുമ്പോൾ ഈ പ്രദീപൻ്റെയും മറ്റും മനസ്സിൻ്റെതായിട്ടുള്ള സങ്കോചം മടിച്ചാണ് ക്ഷണിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ പാട്ട് എന്നെ പറ്റിച്ചാ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പാട്ട്. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാൻ. Come on everybody. ചെമ്മണ്ണിൻ മാനം കാക്കും നന്മകൾ തൻ പൂമരമല്ലോ, ചെങ്കൊടി തൻ നേരത് കാക്കും നേരുള്ളൊരു ധീരസഖാവ്. ഈ വിമർശനം വന്നപ്പോൾ സദസ്സൊന്നും മുറുമുറുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ കൈയെടുത്തിരുന്നത്. അപ്പൊ കൈയടിച്ചു. സംഘാടക കവി മടിച്ചാണ് വിളിച്ചതെങ്കിലും ജയരാജൻ സഖാവ് മടിക്കാതെ പാട്ടിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചല്ലോ. കണ്ണൂർ പാർട്ടിയിലെ ആരാധകർ ഇങ്ങനെയൊരു പാട്ടിറക്കിയതിനെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടേയില്ല എന്ന് ജയരാജൻ ആണയിടുന്നു. അല്ലെങ്കിലും താരങ്ങളെ അറിയിച്ചിട്ടാണോ ഫാൻസ് അസോസിയേഷനുകാർ കട്ടൗട്ട് വയ്ക്കുന്നത്? പക്ഷേ എനിക്ക് ഇത് നോക്കിയപ്പോൾ, ഇത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞ് പുസ്തക പ്രകാശനത്തിന് ഞാൻ വരും. കാരണം അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ്. കാരണം എന്നെ പറ്റിയിട്ടുള്ള ആ ഗാനം എഴുതിയത് യഥാർത്ഥത്തിൽ ഞാൻ അറിയുമായിരുന്നില്ല. ചുമ്മാ പോരാട്ടം മാത്രമതല്ലോ ജയരാജന് ജീവിത ലക്ഷ്യം.
കമോൺ എവരിബഡി. ഈ പാട്ട് ആളുകൾ കേട്ട് അത് ഹിറ്റായപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അന്നും ഇന്നും അത് ചിലയിടത്തൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടുള്ള ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് കൂടിയാണ്. ഈ ഫാൻസിന്റെ ഒരു കാര്യം. അപ്പം അതിന് പ്രദീപം വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്ന് വലിയ വിവാദം ഉണ്ടായി, വ്യക്തിപൂജാ വിവാദം എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്നെപ്പറ്റി എങ്ങനെ ഒരു കാര്യം എഴുതുന്നതിന് പ്രദീപനോട് ഞാനും പറഞ്ഞിട്ടില്ല. പാട്ട് പാടുന്നതിന് പുറച്ചേരിയിലെ ഒരു കലാസമിതിയാണ് അതിൻ്റെ സംഗീതമൊക്കെ ഒരുക്കിയത്. അവരും ഞാനുമായിട്ട് ആദ്യം ആലോചിച്ചിട്ടില്ല. അവർക്ക് തോന്നി ഒരു പാട്ട് പാടണം, അങ്ങനെ പാട്ടുപാടി, അത് ഹിറ്റായി. ചുമ്മാ പാട്ടുവിവാദം വീണ്ടും ഓർത്തത് നന്നായി. ജയരാജനെക്കുറിച്ച് മാത്രമല്ല, മറ്റു പലരെയും കുറിച്ച് പല പാട്ടുകളും അന്ന് ഇറങ്ങിയിരുന്നു. നവകേരള സദസ്സിന് ആശംസ നേർന്നുകൊണ്ട് ആരാധകൻ്റെ പാട്ടുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാട്ടുകൾ എഴുതുന്നു, കവിത എഴുതുന്നു. നാടിന്റെ അജയൻ അപ്പോൾ എഴുതുന്ന ആൾക്ക്, ആ രചയിതാവിന് മനസ്സിൽ കുറേ വികാരങ്ങളുണ്ടാവും, വിചാരങ്ങളുണ്ടാവും. കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ. അത് എഴുതിയാണ് സമ്മതിക്കണം, കഴുകനാണ്. അവനറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് എഴുതി പോയതാണ്, കഴുകനാണ്. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ. ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറെ ആൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? പക്ഷേ ആ എഴുത്ത് വായിക്കുന്ന വായനാ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആ എഴുത്തിന് സ്ഥായിയായിട്ടൊരു നിലനിൽപ്പില്ല. വയലാർ എഴുതുപോയതുപോലെ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വകുപ്പിൽപ്പെട്ട വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ വലിയൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. മുൻ സർക്കാർ വിജിലൻസിന് വിട്ട പുനർജനി പദ്ധതിയിലാണ് വിജിലൻസ് CIDകൾ അന്വേഷണം നടത്തിയത്. ആരോപണ വിധേയനായ പറവൂർ MLA, അതായത് മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. എന്നാൽ ഇവിടെ അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസികൾക്ക് വിടണം എന്നാണ് CPMന്റെ ആവശ്യം. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. പുനർജനി കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ്. VD സതീശിനെതിരായ ആരോപണത്തിൽ തെളിവില്ല. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, 1 രൂപയുടെ പോലും ഇടപാടുകൾക്ക് അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. അത് ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കും. തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിച്ചോ? ഇത് ഞാൻ തെളിയിക്കും. വിജിലൻസ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ശ്രീ VD സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. MLA ആയിരിക്കെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി, പുറത്ത് പണപ്പിരിവ് നടത്തി എന്നൊക്കെയാണ് CPM ആരോപണം. വേണമെങ്കിൽ തെളിവ് നൽകാനും MB ഗോവിന്ദൻ തയ്യാറാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ VD സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച്
നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. എന്നിട്ട് ആളുകളെ വിളിച്ചുകൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണം. 3 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നിവിടെ നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. വീഡിയോ വോളും LED വോളും വെച്ച് വാർത്താ സമ്മേളനം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കഴിയുക. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററും വാർത്താ സമ്മേളനം ഹൈടെക് ആക്കുകയാണ്. കാണാമെങ്കിൽ കണ്ടു. ഫണ്ട് അഭ്യർത്ഥിച്ചതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തെളിവുണ്ടോ? ഉണ്ട്, ചുവരില്ല. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഒരാൾ ഗോൾ അടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. വിജിലൻസിന് പരാതി കൊടുത്തിട്ട് വിജിലൻസിൽ ആംഗിൾ ഇല്ലെന്ന് കഴിഞ്ഞ ഡയറക്ടറും ഈ ഡയറക്ടറും എഴുതുമ്പം പിന്നെ എന്ത് വിജിലൻസ് അന്വേഷിക്കാനാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം വി ഡി സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഭരണം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ് അന്ന് അതിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതല്ല. You do what you can. I will see what I can do. കാണട്ടാ. പുനർജനി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം പൂർണ്ണമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് CBIക്ക് വിടാൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നത് എന്നുള്ള തീരുമാനം അവരെടുത്തത്. സാക്ഷാൽ CD തന്നെ വരണം. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖംമൂടി അഴിച്ച് CD ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ച ശേഷം എനിക്ക് നൽകിയ ഫയല് ഇതുമായി ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസ് ആംഗിൾ ഇതിലില്ലെന്നും വി ഡി സതീശൻ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അസന്നിഗ്ധമായി തന്നെ ഫയൽ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതാണ് തീരുമാനം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കണ്ട.